ഓം ശ്രീ ആഞ്ജനേയ നമ. MSV4 ആസ്ട്രോ റിസർച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ MS വിനീത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏകാദശി വ്രതം, അതിൻ്റെ പ്രാധാന്യം, അതെങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്, അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചാണ്. ഈ മാസം ഏകാദശി വ്രതം ജനുവരി 25 ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ ഈ വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പൂർവജന്മ പാപങ്ങൾ, അതുപോലെ ഈ ജന്മം ചെയ്തിട്ടുള്ള തിന്മകൾ, ഇതെല്ലാം തുടച്ചു നീക്കാനും മനഃശാന്തി നേടാനും, അതുപോലെ പാപഗ്രഹ വീക്ഷണം, അതിൻ്റെ സ്വാധീനം നമ്മളിലുണ്ടെങ്കിൽ അതും മാറ്റാനും ഏകാദശി വ്രതം വളരെയധികം നല്ലതാണ്. മഹാവിഷ്ണു നമ്മളെ പൂർണ്ണമായും സഹായിക്കുന്നതാണ് ഈ വ്രതം കൊണ്ട്. മനസ്സിന് ആത്മീയത, ശാന്തി, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെല്ലാം ഇതിലൂടെ നമുക്ക് കടാക്ഷിക്കുന്നതാണ്. അപ്പോൾ ഏകാദശി വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ചാന്ദ്രമാസം, അതിൽ 30 ദിവസം വരുന്നുണ്ട്. ഇതിൽ 2 ഭാഗങ്ങളാണ് ഉള്ളത്. അതിൽ കൃഷ്ണപക്ഷം 15 ദിവസവും ശുക്ലപക്ഷം 15 ദിവസവും. കൃഷ്ണപക്ഷം എന്ന് പറയുന്നത് കറുത്ത പക്ഷവും ശുക്ലപക്ഷം എന്ന് പറയുന്നത് വെളുത്ത പക്ഷവുമാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചന്ദ്രൻ കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെയുള്ള ആ പൂർണ്ണ ശോഭ പൗർണമി ദിനം വരെയുള്ള 15 ദിവസത്തെ ശുക്ലപക്ഷം അഥവാ വെളുത്ത പക്ഷം എന്ന് പറയുന്നു. അതുപോലെ വെളുത്തവാവ് മുതൽ കറുത്തവാവ് വരെയുള്ള 15 ദിവസം, വാവ് വരെയുള്ള 15 ദിവസം, ഇതിന് കൃഷ്ണപക്ഷം അഥവാ കറുത്തപക്ഷം എന്ന് പറയുന്നു. അപ്പോൾ ഈ 15, ആദ്യ 15 ദിവസം, പിന്നീടുള്ള 15 ദിവസം, ഈ 2 ഭാഗങ്ങൾ ചേരുന്നതാണ് ഒരു ചാന്ദ്ര മാസം. ഇതിൽ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, വാവ്, ഇങ്ങനെയുള്ള ഇത്രയും തിഥികൾ അഥവാ പക്കം എന്ന് പറയുന്നു. ഇത്രയും ആണ് ഓരോ കൃഷ്ണപക്ഷത്തിലും അതുപോലെ ശുക്ലപക്ഷത്തിലും വരുന്നത്. ശുക്ലപക്ഷം നല്ല കാര്യങ്ങൾക്കെല്ലാം നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യാനും. അതുപോലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി ദിനവും അങ്ങനെ എടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് ഏകാദശി വ്രതം, ഇത് എങ്ങനെയാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഏകാദശിയുടെ തലേ ദിവസം മുതൽ, അതായത് ഈ മാസം ജനുവരി 24 വെള്ളിയാഴ്ച മുതൽ നിങ്ങൾ പൂർണ്ണമായും മത്സ്യമാംസാദികൾ ഒഴിവാക്കി, പകൽ ഉറക്കം ഒഴിവാക്കി, അതുപോലെ അന്ന് 24-ാം തീയതി രാത്രി മുതൽ 25-ാം തീയതി രാത്രി വരെയാണ് ഏകാദശി, ഇതിൻ്റെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഈ ദിനത്തിൽ, അപ്പോൾ രാത്രിയിൽ സന്ധ്യയ്ക്ക് നിങ്ങൾ കുളിച്ച് ശുദ്ധിയോടുകൂടി വിഷ്ണു സഹസ്രനാമം ജപിക്കാം. അതുപോലെ ഭാഗവത പാരായണം, അത് ഉത്തമമാണ്. ഇത് കഴിയാത്തവർ വളരെ ലളിതമായ മന്ത്രങ്ങൾ, ഓം നമോ ഭഗവതേ വാസുദേവായ 108 തവണ ജപിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഇതും ജപിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഏകാദശി വ്രതത്തിൽ ഉദ്ദേശിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ കടാക്ഷമാണ്. മഹാവിഷ്ണു അല്ലെങ്കിൽ വിഷ്ണു അവതാരങ്ങളായ ഏത് ദേവനെയും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇപ്പം നരസിംഹമായാലോ, അതുപോലെ ശ്രീരാമചന്ദ്രനോ ശ്രീകൃഷ്ണനോ, ആര് വേണമെങ്കിലും ആകാം. അപ്പോൾ ആ ദിവസം, വ്രതം എടുക്കുന്ന ദിവസം പരമാവധി ജലപാനം മാത്രം ചെയ്യുക. അതല്ലെങ്കിൽ ഇപ്പോൾ ഗർഭിണികൾ അങ്ങനെയുള്ളവർക്കിത് എടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ പാലോ അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ അതൊക്കെ കഴിക്കാം. പക്ഷേ അരിയാഹാരം, ഗോതമ്പ്, ഇതെല്ലാം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ വ്രതം അനുഷ്ഠിച്ച് അടുത്ത ദിവസം രാവിലെ, ഏകാദശി വ്രതം അനുഷ്ഠിച്ച് അടുത്ത ദിവസം ദ്വാദശി ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയോടുകൂടി അമ്പലത്തിൽ, വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് വന്നിട്ട് വ്രതം മുറിക്കാവുന്നതാണ്. രാവിലെ വ്രതം മുറിക്കാൻ കഴിയാത്തവർ
പിന്നീട് തിരിഞ്ഞിട്ടേ വ്രതം മുറിക്കാൻ പാടുള്ളൂ. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിത കളങ്കങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, മാനസിക അലട്ടലുകൾ, ടെൻഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി മനസ്സ് നല്ല ശുദ്ധിയാവുന്നതാണ്. അപ്പോൾ ഏകാദശി വ്രതത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ബന്ധുമിത്രാദികളിലേക്ക് എൻ്റെ ചാനൽ, ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് എൻ്റെ ചാനൽ എത്തിക്കണം. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നല്ലൊരു ഏകാദശി വ്രതം എല്ലാവർക്കും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.